ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈസിംഗ് എന്ന ചാപ്റ്ററിലെ പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് എന്നീ ടോപ്പിക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് പ്രൈസിംഗ് സ്ട്രാറ്റജീസ്? സ്ട്രാറ്റജി ഈസ് എ set of predetermined objectives prepared in order to achieve the determined goal. സ്ട്രാറ്റജീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സുകളെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുൻകൂട്ടി നിശ്ചയിച്ച ഒബ്ജക്റ്റീവ്സുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സുകൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച ചില ഗോൾസുകൾ അല്ലെങ്കിൽ ചില ഒബ്ജക്റ്റീവ്സുകൾ, അത്തരം ഒബ്ജക്റ്റീവ്സുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇവിടെ പ്രൈസിംഗ് സ്ട്രാറ്റജീസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് പ്ലാൻ formulated in order to meet the challenge of external factors, particularly from the policies of competitors. Pricing strategies change with competitive situation. Pricing strategies എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പോളിസീസിൽ നിന്ന് എക്സ്റ്റേണൽ ഫാക്ടേഴ്സുകളുടെ ചലഞ്ചസ് അത് നേരിടുന്നതിനായിട്ട് ഫോർമുലേറ്റ് ചെയ്ത ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് പ്ലാൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈസിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇവിടെ കോമ്പറ്റീറ്റീവ് സിറ്റുവേഷൻസ് അനുസരിച്ച് പ്രൈസിങ്ങിൻ്റെ സ്ട്രാറ്റജീസിലും ചേഞ്ചസ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സ്റ്റെപ്സ് ഇൻ പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ഓർ സ്റ്റേജസ് ഇൻ പ്രൈസിംഗ് സ്ട്രാറ്റജീസ്. ഇവിടെ ഒരു സ്ട്രാറ്റജിക് പ്രൈസ് അത് ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് നിരവധി സ്റ്റേജസുകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അത്തരം സ്റ്റേജസുകളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് സ്റ്റേജസ് എന്ന് പറയുന്നത് സെലക്ടിങ് ടാർഗറ്റ് മാർക്കറ്റ്. ഒരു ടാർഗറ്റ് മാർക്കറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുക എന്നതാണ് ആദ്യത്തെ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് സ്റ്റഡിയിങ് കൺസ്യൂമർ ബിഹേവിയർ. ടാർഗറ്റ് മാർക്കറ്റ് സെലക്ട് ചെയ്ത ശേഷം അതുമായി റിലേറ്റഡ് ആയുള്ള കസ്റ്റമേഴ്സിൻ്റെ പെരുമാറ്റ രീതികൾ നമ്മൾ സ്റ്റഡി ചെയ്യുക. കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയേഴ്സ് സ്റ്റഡി ചെയ്ത ശേഷം അതിലൂടെ നമുക്ക് എന്താണ്, എത്രത്തോളം കോമ്പറ്റീഷൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതാണ് മൂന്നാമത്തെ സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ ദ കോമ്പറ്റീഷൻ. കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയേഴ്സ് നമ്മൾ കൂടുതലായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിലൂടെ എന്താണ്, എത്രത്തോളം കോമ്പറ്റീഷൻസ് ആ ടാർഗറ്റ് മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഫോർത്ത് സ്റ്റേജ് അസൈനിങ് പ്രൈസ് എ റോൾ ഇൻ ദി മാർക്കറ്റിംഗ് മിക്സ്. നമ്മൾ അസൈൻ ചെയ്ത പ്രൈസ് അത് മാർക്കറ്റിംഗ് മിക്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മിക്സിൽ എത്രത്തോളം റോൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നതാണ് ഫോർത്ത് സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കോമ്പറ്റീഷൻ ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം പിന്നത്തെ സ്റ്റേജസ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മിക്സിൽ ഒരു പ്രൈസ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ ആ പ്രൈസ് അസൈൻ ചെയ്യുക എന്നതാണ് ഫോർത്ത് സ്റ്റേജസിൽ എന്ന് പറയുന്നത്. ഫിഫ്ത്തിൽ പറയുന്നത് എന്താണ്? റിലേറ്റിംഗ് കോസ്റ്റ് ആൻഡ് ഡിമാൻഡ്. നമ്മൾ അസൈൻ ചെയ്ത പ്രൈസ് അത് ഈ പറയുന്ന കോസ്റ്റും ഡിമാൻഡുമായിട്ട് റിലേറ്റഡ് ആണോ എന്നുള്ളത് നോക്കണം, അല്ലെങ്കിൽ ചെക്ക് ചെയ്യുക. അതാണ് അഞ്ചാമത്തെ സ്റ്റേജ്. ദെൻ ഫൈനലി ഡിറ്റർമൈൻ സ്ട്രാറ്റജിക് പ്രൈസ്. ഈ പറയുന്ന എല്ലാ പ്രോസസ്സും കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഒരു സ്ട്രാറ്റജിക് പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് അഥവാ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇമ്പോർട്ടൻറ്റ് പ്രൈസിംഗ് സ്ട്രാറ്റജീസ്. ചില ഇമ്പോർട്ടൻറ്റ് പ്രൈസിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ ആട്ടോ, കാരണം 10 പ്രൈസിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻറ്റ് പ്രൈസിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസിങ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന എല്ലാ പ്രൈസിങ്ങും നിങ്ങൾക്ക് എഴുതി വെക്കാൻ സാധിക്കും.
അതാണ് മെയിനായുള്ളൊരു ഗുണം എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഇതിന്നൊക്കെ എന്താണ് 2 മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ഓർത്ത് വെക്കുക. ഇനി ഏതൊക്കെ തരം പ്രൈസിങ് സ്ട്രാറ്റജീസ് ഉണ്ട് എന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പ്രൈസിങ് സ്ട്രാറ്റജിയാണ് സൈക്കോളജിക്കൽ പ്രൈസിങ്. എന്താണ് സൈക്കോളജിക്കൽ പ്രൈസിങ് എന്ന് പറയുന്നത്? സം മാനുഫാക്ചറർ ഫിക്സ് ദി പ്രൈസസ് ഓഫ് ദയർ പ്രോഡക്ട്സ് ഇൻ ദി മാനർ that it may create an impression in the minds of consumers that the prices are low. സൈക്കോളജിക്കൽ പ്രൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില മാനുഫാക്ചേഴ്സ് പ്രൈസ് കുറവാണ് എന്ന രീതിയിൽ കസ്റ്റമേഴ്സുകളുടെ മൈൻഡിൽ അഥവാ കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന വിധത്തിൽ അവരുടെ പ്രോഡക്ട്സുകളുടെ പ്രൈസ് നിശ്ചയിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രൈസിങ്ങിനെയാണ് നമ്മൾ സൈക്കോളജിക്കൽ പ്രൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ജിയോഗ്രഫിക്കൽ പ്രൈസിങ്. ഇറ്റ് ഈസ് ദി പ്രാക്ടീസ് ഓഫ് ചേഞ്ചിങ് ഡിഫറെൻറ്റ് പ്രൈസസ് ഫോർ ദി സെയിം പ്രോഡക്റ്റ് ടു കസ്റ്റമേഴ്സ് ഇൻ ഡിഫറെൻറ്റ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ. ദി ഫേം മേ ചാർജ് എ ഹയർ പ്രൈസ് ടു ഡിസ്റ്റൻറ്റ് കസ്റ്റമേഴ്സ് ടു കവർ എ ഹയർ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ജിയോഗ്രഫിക്കൽ പ്രൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഫറെൻറ്റ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻസിലുള്ള കസ്റ്റമേഴ്സുകൾക്ക് ഒരേ പ്രോഡക്റ്റിന് വ്യത്യസ്തമായിട്ടുള്ള പ്രൈസ് ഈടാക്കുന്ന മെത്തേഡാണ് അല്ലെങ്കിൽ സ്ട്രാറ്റജിയാണ് ജിയോഗ്രഫിക്കൽ പ്രൈസിങ് എന്ന് പറയുന്നത്. ഇവിടെ ഹയർ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അത് നികത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സുകളിൽ നിന്ന് കമ്പനീസ് ഹയർ പ്രൈസ് ഈടാക്കുന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സോൺ പ്രൈസിങ്. സോൺ പ്രൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിസ് ഈസ് അനദർ സ്ട്രാറ്റജി ഓഫ് ജിയോഗ്രഫിക് പ്രൈസിങ്. അണ്ടർ ദിസ് മെത്തേഡ് ദി കമ്പനി സെറ്റപ്പ് 2 or more zones. The company charges the same price for all customers within a zone. The price is higher in the more distant zones. ഇവിടെ സോൺ പ്രൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിയോഗ്രഫിക്കൽ പ്രൈസിങ്ങിൻ്റെ മറ്റൊരു സ്ട്രാറ്റജിയാണ് സോൺ പ്രൈസിങ് എന്ന് പറയുന്നത്. ഈ മെത്തേഡ് പ്രകാരം കമ്പനി 2 അതിലധികമോ സോണുകളായിട്ട് സജ്ജമാക്കുന്നുണ്ട്. അത്തരം കേസുകളിൽ ഒരു സോണിലുള്ള എല്ലാ കസ്റ്റമേഴ്സുകൾക്കും കമ്പനി ഒരേ പ്രൈസ് ആയിരിക്കും ഈടാക്കുന്നത്. കൂടുതൽ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള സോണുകളിൽ പ്രൈസ് എന്താണ് അതിനനുസരിച്ച് കൂടുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡ്യുവൽ പ്രൈസിങ്. ഡ്യുവൽ പ്രൈസിങ് റെഫേഴ്സ് ടു ചാർജിങ് ഓഫ് ഡിഫറെൻറ്റ് പ്രൈസസ് ഫോർ ദി സെയിം പ്രോഡക്റ്റ് ഫ്രം ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സ്. ഡ്യുവൽ പ്രൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സുകളിൽ നിന്ന് ഒരേ പ്രോഡക്റ്റിന് ഡിഫറെൻറ്റ് പ്രൈസ് ഈടാക്കുന്നതിനെയാണ് ഡ്യുവൽ പ്രൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിങ്. Administrative pricing refers to fixing of price on the basis of managerial decision and not on the basis of cost, demand or competition. Administrative pricing എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസിങ് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രൈസ്, ഡിമാൻഡ്, അതുപോലെ തന്നെ കോമ്പറ്റീഷൻസ് എന്നീ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കില്ല അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസിങ്ങിൻ്റെ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇത് മാനേജേഴ്സിൻ്റെ ഡിസിഷൻ അഥവാ മാനേജേഴ്സ്മാരുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് മാർക്കപ്പ് പ്രൈസിങ്. ദിസ് മെത്തേഡ് ഓഫ് പ്രൈസിങ് ഈസ് ഫോളോവഡ് ബൈ ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ്. വെൻ ദ goods are received, the retailer add a certain percentage of the wholesaler price. മാർക്കപ്പ് പ്രൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് മാർക്കപ്പ് പ്രൈസിങ് എന്ന് പറയുന്നത്. ഇവിടെ ഗുഡ്സുകൾ നമുക്ക് ലഭിക്കുമ്പോൾ ഈ പറയുന്ന ഗുഡ്സുകൾ നമുക്ക് ലഭിക്കുമ്പോൾ റീറ്റെയിലേഴ്സ് അഥവാ റീറ്റെയിലേഴ്സിൻ്റെ പ്രൈസിൽ എന്താണ് ഒരു ഫിക്സഡ് ആയിട്ടുള്ള പേഴ്സൻറ്റേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഗുഡ്സുകൾ നമുക്ക് ലഭിക്കുമ്പോൾ അതിനനുസരിച്ച് റീറ്റെയിലേഴ്സിൻ്റെ പ്രൈസുകളിൽ ഒരു ഫിക്സിങ് പേഴ്സൻറ്റേജസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. റീറ്റെയിലേഴ്സിൻ്റെ ആണെങ്കിലും ഹോൾസെയിലേഴ്സിൻ്റെ ആയാലും റീറ്റെയിലേഴ്സിൻ്റെ അല്ല ഹോൾസെയിലേഴ്സിൻ്റെ പ്രൈസിൽ നമ്മൾ എന്താണ് ഒരു ഫിക്സഡ് പേഴ്സൻറ്റേജസ്
പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാർക്കപ്പ് പ്രൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും ഫോളോ ചെയ്യുന്ന ഒരു പ്രൈസിങ് സ്ട്രാറ്റജിയാണ് മാർക്കപ്പ് പ്രൈസിങ്. അത് മാത്രമല്ല ഗുഡ്സുകൾ ലഭിക്കുമ്പോൾ അഥവാ സാധനങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത്തരം കേസുകളിൽ എന്താണ് ഈ റീറ്റെയിലേഴ്സ് ഹോൾസെയിലേഴ്സിൻ്റെ പ്രൈസുകൾ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, പ്രോഡക്റ്റ് ലൈൻ പ്രൈസിങ്. Product line pricing refers to the determination of prices of individual products and finding the proper relationship among the prices of members of a product group. Product line pricing എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡിവിജ്വൽ പ്രോഡക്ട്സുകളുടെ പ്രൈസ് പോളിസീസ് അഥവാ പ്രൈസ് ഡിറ്റർമിനേഷൻസും ഒരു പ്രോഡക്റ്റ് ഗ്രൂപ്പിലെ മെമ്പേഴ്സുകളുടെ പ്രൈസും തമ്മിൽ ഉചിതമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടെത്തുന്നതിനെയാണ് പ്രോഡക്റ്റ് ലൈൻ പ്രൈസിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്യാപ്റ്റീവ് പ്രോഡക്റ്റ് പ്രൈസിംഗ്. ദിസ് ഈസ് അനദർ പ്രോഡക്റ്റ് മിക്സ് പ്രൈസിംഗ് സ്ട്രാറ്റജി. ദിസ് മെത്തേഡ് ഈസ് അഡോപ്റ്റഡ് ബൈ ദോസ് കമ്പനീസ് വിച്ച് മേക്ക് പ്രോഡക്ട്സ് ദാറ്റ് മസ്റ്റ് ബി യൂസ്ഡ് അലോങ് വിത്ത് ദി മെയിൻ പ്രോഡക്ട്സ്. ഫോർ എക്സാമ്പിൾ, ക്യാമറ ഫിലിം, razor blade, കമ്പ്യൂട്ടർ ഫ്ലോപ്പി എക്സെട്ര. ക്യാപ്റ്റീവ് പ്രോഡക്റ്റ് പ്രൈസിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ക്യാപ്റ്റീവ് പ്രോഡക്റ്റ് പ്രൈസിംഗ് മറ്റൊരു പ്രോഡക്റ്റ് മിക്സിൻ്റെ പ്രൈസിംഗ് സ്ട്രാറ്റജി ആയിട്ടാണ് കണക്കാക്കുന്നത്. പ്രധാനമായിട്ടും പ്രോഡക്റ്റിനോടൊപ്പം തന്നെ ഉപയോഗിക്കേണ്ട ചില പ്രോഡക്ട്സുകൾ നിർമ്മിക്കുന്ന അഥവാ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനികളെയാണ് ഈ ഒരു രീതി മെയിനായിട്ട് റിസീവ് ചെയ്യുന്നത് അഥവാ സ്വീകരിക്കുന്നത് അഥവാ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അത്തരം കേസുകളിൽ ഇതിന് ചില ഉദാഹരണങ്ങളായിട്ടാണ് ഇവിടെ പറയുന്നത്. ക്യാമറ എന്ന് പറയുന്നത് നമ്മൾ ഫിലിംസിനാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല റേസർ ബ്ലേഡ്സുകൾ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഫ്ലോപ്സ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ് ക്യാപ്റ്റീവ് പ്രോഡക്ട്സ് പ്രൈസിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ്, പ്രൈസ് ബണ്ടിൽ. എന്താണ് പ്രൈസ് ബണ്ടിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Under this strategy, a group of product is sold as a bundle at a price lower than the total of the individual price. പ്രൈസ് ബണ്ടിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരം സ്ട്രാറ്റജീസിൻ്റെ കീഴിൽ ഒരു സെറ്റ് ഓഫ് പ്രോഡക്ട്സുകൾ അല്ലെങ്കിൽ ഒരു കൂട്ടം പ്രോഡക്ട്സുകൾ ഇൻഡിവിജ്വൽ പ്രൈസിൻ്റെ ടോട്ടൽ പ്രൈസിനേക്കാൾ കുറഞ്ഞ പ്രൈസിൽ സെല്ല് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് പ്രൈസ് ബണ്ടിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും സ്ട്രാറ്റജീസാണ് പ്രൈസിങ് സ്ട്രാറ്റജീസിൻ്റെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ്, പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് ആണ്. ഒരു പ്രൈസ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നിരവധി തന്ത്രങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അഥവാ നിരവധി സ്ട്രാറ്റജീസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത്തരം സ്ട്രാറ്റജീസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് ഡിസ്കൗണ്ട്സ് ആൻഡ് അലവൻസ്. എന്താണ് ഡിസ്കൗണ്ട്സ് ആൻഡ് അലവൻസ്? സെല്ലേഴ്സ് ജനറലി allow some discounts to the buyers as a percentage of the sales price. Such discounts are given for several purposes like encouraging large scale buying, timely settlement of bills. ഇവിടെ ഡിസ്കൗണ്ട്സ് ആൻഡ് അലവൻസ് എന്നോട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രൈസിങ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്ട്രാറ്റജിയാണ് ഡിസ്കൗണ്ട്സ് എന്ന് പറയുന്നത്. കാരണം സെല്ലേഴ്സ് ഒരു പ്രോഡക്റ്റിന് ഇത്ര പെർസെൻറ്റേജ് വെച്ചിട്ട് കിഴിവ് കൊടുക്കുക അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് കുറച്ച് കൊടുക്കുന്നതിനാണ് ഡിസ്കൗണ്ട്സ് എന്നോട് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ ബയേഴ്സ് എന്താണ് കൂടുതലായുള്ള പ്രോഡക്ട്സുകൾ പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം കേസുകളിൽ ഈ പറയുന്ന ലാർജ് സ്കെയിൽസ് ഇൻഡസ്ട്രീസ് ഉണ്ടാവും. ലാർജ് സ്കെയിൽസ് ഇൻഡസ്ട്രീസിന് ഡിസ്കൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് അവർക്ക് എന്താണ് എൻകറേജ്മെൻ്റ് ആണ്. കാരണം കൂടുതലായിട്ട് അവർക്ക് എന്താണ് പർച്ചേസ് ചെയ്യും, അതിലൂടെ ഇവർക്ക് എന്താണ് പ്രോഫിറ്റ് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ബിൽസൊക്കെ നമുക്ക് ടൈംലി സെറ്റിൽമെൻറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഡിസ്ക്രിമിനേറ്ററി പ്രൈസിങ്. എന്താണ് ഡിസ്ക്രിമിനേറ്ററി പ്രൈസിങ്? Firms often adjust their basic price to allow for differences in customers' products allocation. In discriminatory pricing, the company sells a product or service at a different prices, even the cost being the same. ഇവിടെ ഡിസ്ക്രിമിനേറ്ററി പ്രൈസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കസ്റ്റമേഴ്സ് അതുപോലെ തന്നെ പ്രോഡക്ട്സുകൾ, ലൊക്കേഷൻസുകൾ എന്നിവയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറൻസുകൾ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഫേംസുകൾ പലപ്പോഴും അവരുടെ ബേസിക് പ്രൈസുകൾ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അത്തരം കേസുകളിൽ ഈ ഡിസ്ക്രിമിനേറ്ററി പ്രൈസിങ്ങിൻ്റെ കേസിൽ കമ്പനി എന്താണ് ഒരു പ്രോഡക്റ്റോ സർവീസസോ
ഡിഫറെൻറ്റ് പ്രൈസിനാണ് സെല്ല് ചെയ്യുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. അതും സെയിം പ്രോഡക്ട്സോ അല്ലെങ്കിൽ സെയിം കോസ്റ്റിൻ്റെ ബേസിലായിരിക്കും അത്തരം കേസുകൾ നടത്തുന്നത്. നെക്സ്റ്റ് പറയുന്നത് സൈക്കോളജിക്കൽ പ്രൈസിങ്. സൈക്കോളജിക്കൽ പ്രൈസിങ് എന്നോട് ഉദ്ദേശിക്കുന്നത് പ്രൈസസ് ഡിറ്റർമൈൻഡ് ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദി സൈക്കോളജി ഓഫ് കസ്റ്റമേഴ്സ് ഈസ് കാൾഡ് സൈക്കോളജിക്കൽ പ്രൈസിങ്. സൈക്കോളജിക്കൽ പ്രൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കസ്റ്റമേഴ്സിൻ്റെ സൈക്കോളജി അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡ് അത് കൺസിഡർ ചെയ്തതിന് ശേഷമാണ് നിശ്ചയിക്കുന്ന പ്രൈസിനെയാണ് നമ്മൾ സൈക്കോളജിക്കൽ പ്രൈസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പ്രൊമോഷണൽ പ്രൈസിങ്. ഇറ്റ് റെഫേഴ്സ് ടു ഓഫറിംഗ് ഓഫ് ഗുഡ്സ് അറ്റ് എ പ്രൈസ് ലെസ് ദാൻ ദി ലിസ്റ്റ് പ്രൈസ്. ദ പ്രൈസ് റിഡക്ഷൻ ഈസ് ഗിവൺ അണ്ടർ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് വിത്ത് എൻ ഐഡിയ ടു പ്രൊമോട്ട് ദി സെയിൽസ്. പ്രൊമോഷണൽ പ്രൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിസ്റ്റഡ് പ്രൈസിനേക്കാൾ കുറഞ്ഞ പ്രൈസിന് ഗുഡ്സുകൾ അല്ലെങ്കിൽ പ്രോഡക്ട്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് പ്രൊമോഷണൽ പ്രൈസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള ഒരു ഐഡിയാസുമായിട്ട് പ്രത്യേക രീതിയിലുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള സിറ്റുവേഷൻസുകളിൽ പ്രൈസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വാല്യൂ പ്രൈസിങ്. വാല്യൂ പ്രൈസിങ് എന്നോട് ഉദ്ദേശിക്കുന്നത് വാല്യൂ പ്രൈസിങ് ഈസ് കസ്റ്റമർ ഫോക്കസ്ഡ് പ്രൈസിങ് മീനിങ് വാല്യൂ പ്രൈസിങ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ കസ്റ്റമർ ഫോക്കസ്ഡ് പ്രൈസിങ്. ഇറ്റ് മീൻസ് കമ്പനീസ് ബേസ് ദയർ പ്രൈസിങ് ഓൺ ഹൗ മച്ച് ദ കസ്റ്റമേഴ്സ് ബിലീവ്സ് എ പ്രോഡക്റ്റ് ഈസ് വർത്ത്. ഇവിടെ വാല്യൂ പ്രൈസിങ് എന്നോട് ഉദ്ദേശിക്കുന്നത് കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൈസാണ് വാല്യൂ പ്രൈസിങ്. അതായത് ഒരു പ്രോഡക്റ്റ് എത്രത്തോളം വാല്യൂ ഉള്ളതാണ് എന്ന് കസ്റ്റമേഴ്സ് ബിലീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അല്ലെങ്കിൽ ആ ബിലീവ് ചെയ്യുന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ പറയുന്ന വാല്യൂ പ്രൈസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരം കേസുകളിൽ കമ്പനീസ് എന്താണ് ഈ ഇത്തരം സ്ട്രാറ്റജീസ് എന്താണ് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ആണ് ഇന്റർനാഷണൽ പ്രൈസിങ്. ഇന്റർനാഷണൽ പ്രൈസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ലാസ്റ്റ് വൺ ഓഫ് ദ മേജർ പ്രൈസ് അഡ്ജസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ് ഈസ് ഇന്റർനാഷണൽ പ്രൈസിങ്. കമ്പനീസ് ദാറ്റ് മാർക്കറ്റ്സ് ദയർ പ്രോഡക്ട്സ് ഇന്റർനാഷണലി മസ്റ്റ് ഡിസൈഡ് what prices to change in the different countries in which they operate. ഇവിടെ ഇന്റർനാഷണൽ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസുകളിൽ ഏറ്റവും ലാസ്റ്റ് പ്രൈസിങ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇൻ്റർനാഷണൽ പ്രൈസിങ് എന്ന് പറയുന്നത്. ഈ ഇൻ്റർനാഷണൽ പ്രൈസിങ്ങിൽ നമ്മുടെ പ്രോഡക്ട്സുകൾ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനികൾ അവർ പ്രവർത്തിക്കുന്ന വിവിധ തരം രാജ്യങ്ങളിൽ നിന്ന് ഏത് തരത്തിലുള്ള പ്രൈസ് ഈടാക്കണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന പ്രൈസിംഗ് ആണ് ഇൻ്റർനാഷണൽ പ്രൈസിങ്. അപ്പോൾ ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസുകളാണ് പ്രൈസിങ്ങിന് മെയിനായിട്ട് വരുന്നത്. ഏതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് ആണ്? വാല്യൂ പ്രൈസിങ്, ഇൻ്റർനാഷണൽ പ്രൈസിങ്, സൈക്കോളജിക്കൽ പ്രൈസിങ്, ഡിസ്ക്രിമിനേറ്ററി പ്രൈസിങ്, ഡിസ്കൗണ്ട്സ് ആൻഡ് അലവൻസസ് ആൻഡ് ഇത്തരം കേസുകളാണ് മെയിനായിട്ട് നമ്മുടെ പ്രൈസിങ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിൽ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് pricing strategies endana, what are the different stages of pricing strategies, then what are the important methods അല്ലെങ്കിൽ different types of pricing strategies, then last and final one എന്താണ് പറയുന്നത് price adjustment strategies. അപ്പോൾ 3 topics ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്.